ഹജ്ജും ബുക്കും വായിച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഹജ്ജിൽ വേണ്ട അവസ്ഥ നടന്നിരിക്കുന്നു. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് നേരെ പോവാ, എന്നിട്ട് തോക്കെടുക്കുക, കുടിക്കേറ്. ഒരു കല്ലങ്ങാണ് കഴിച്ചു പോയാൽ അത് ക്യാൻസലായി പോയി. കാരണം വെച്ചാൽ വള്ളക്കൊന്നും കൊള്ളരുത്, കാലിൽ കൊള്ളരുത്, കുറവുള്ളത് മുഖത്ത് തന്നെ കൊള്ളണം. ആരാണിത് പഠിപ്പിച്ചത്? ഏത് ഹജ്ജാണിത്? ജമാഅത്തുകാർ പറയും ഈ ഹജ്ജ് എന്ന ബുക്കല്ലാതെ ഞങ്ങളെന്താ ചെയ്യുന്നത്? ഇതിനേക്കാളും വരുന്നത് ചെയ്യേണ്ടത്. ഇനി എന്താ ചെയ്യാനുള്ളത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ബോധപൂർവ്വമാണ്, ഞാൻ വെറുതെ പറയല്ല. ഇവരുടെ ആസൂത്രണം നമുക്ക് മനസ്സിലാവുന്നത്. ഇവർ വിചാരിച്ച് ഇവർ കേടുള്ള സംഘടനയാണ്, ഇവർ രഹസ്യമായിട്ട് പറഞ്ഞിങ്ങനെ നടപ്പാക്കുന്നത്. നമ്മളിങ്ങനെ പൊട്ടന്മാരായിട്ട് കേരളത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്ലടാ, നിങ്ങൾ അനങ്ങുമ്പോൾ ഞങ്ങൾക്കറിയാം ഇത് എങ്ങോട്ടായി നീങ്ങണത്. കാര്യം അല്ലാഹ് അങ്ങനെ ആ ഒരു ബർക്കത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ഞങ്ങൾക്ക് തുറന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഈ രൂപത്തിൽ സമൂഹത്തോട് സംവദിക്കുവാനും കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുവാനും സാധിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇസ്മായിലിനെ വെറിയെറുക്കുക എന്ന ഈ പറഞ്ഞ പ്രബോധനം അത് പിന്നെ പുസ്തകമാക്കി IPH പുറത്തിറക്കി. ഇത് മാത്രമാണ് IPH ചെയ്തത് എന്ന് ഇപ്പോൾ ശൈഖ് മുഹമ്മദ് ഇപ്പോൾ ആളുകൾ പറയുന്നുവെങ്കിൽ ഇത് ബോധപൂർവ്വം നിങ്ങൾ നടത്തിയ കളിയാണ് അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കളിയാണെന്ന് ആരാ പറഞ്ഞത്? അത് തെളിയാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ 60ാം വാർഷിക പതിപ്പ് പുറത്തിറങ്ങേണ്ടി വന്നു. ഓരോന്നിറക്കിയിട്ട് നിങ്ങൾ വർത്താനം പറയും. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യത. എന്തെങ്കിലും ഇറക്കിയിട്ടല്ല നിങ്ങൾ വർത്താനം പറയില്ല. ഇതിൽ കാണാം, കണ്ടോ, നാഴികക്കല്ല്. പ്രബോധനം ചെയ്ത കാര്യങ്ങളിൽ നാഴികക്കല്ലായിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ പറയുന്നത്. ഈ നാഴികക്കല്ലെന്നാ പറയുന്നത് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിന് വോൾട്ടർ എന്നതുപോലെ ഇറാൻ വിപ്ലവത്തിന് ബുദ്ധിപരമായി ചുക്കാൻ പിടിച്ച ഡോക്ടർ അലി ശരീഅത്തിയുടെ ലേഖനങ്ങൾ മലയാളത്തിൽ ആദ്യമായി പരിഭാഷപ്പെടുത്താനായത് ഇക്കാലയളവിലായിരുന്നു. പ്രബോധനത്തിൽ പ്രവർത്തിച്ച ഒരാള് നാഴികക്കല്ല് പറയുകയാണ്. എന്താണ്? അതേ വോൾട്ടറിനെ പോലെ ഇറാൻ വിപ്ലവത്തിന് ബുദ്ധിപരമായി ചുക്കാൻ പിടിച്ച ഡോക്ടർ അലി ശരീഅത്തിയുടെ ലേഖനങ്ങൾ പിന്നെ മലയാളത്തിൽ വായിക്കുന്നത് മലയാളത്തിൽ ആദ്യമായി പരിഭാഷപ്പെടുത്താനായത് ഇക്കാലയളവിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഹജ്ജ് എന്ന പുസ്തകത്തിലെ 1-2 അധ്യായങ്ങൾ ചേർത്ത് ഒരെണ്ണമാക്കി പ്രസിദ്ധീകരിച്ചു. ഇതാണ് നാഴികക്കല്ല്. ഹജ്ജ് എന്ന് പറയുന്ന അധ്യായത്തിലെ വ്യത്യസ്തങ്ങളായ ലേഖനങ്ങൾ എന്തെടുത്തു? ഒരെണ്ണമാക്കി പ്രസിദ്ധീകരിച്ചു. അതിലെ നിന്റെ ഇസ്മായിലിനെ ബലിയെറുക്കുക എന്ന വാക്യം കണ്ട് ആവേശം പൂണ്ട പലരും അത് വിവർത്തനം ചെയ്ത് ചേർത്തതിൽ സന്തോഷം അറിയിക്കുകയുണ്ടായി. എന്താണ്? ഇസ്മായിലിനെ ബലിയെറുക്കുക എന്ന് പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശുദ്ധമായ കഅബാലയം പടുത്തുയർത്താൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ചേർന്നുകൊണ്ട് ആ പിതാവിനോടൊപ്പം നല്ലവനായ മകനായി ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം എന്ന് ഖുർആൻ പറഞ്ഞ, സഹനശീലനായ കുട്ടി എന്ന് ഖുർആൻ പറഞ്ഞ വാപ്പയുടെ കയ്യിലുള്ള കത്തിക്ക് മുന്നിലേക്ക് കഴുത്തു നീട്ടിക്കൊടുത്തു കൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്റെ കഴുത്ത് അറുത്തുകൊള്ളുക, ഞാൻ തയ്യാറാണ്. ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ഈ മകനെ നിങ്ങൾക്ക് കണ്ടെത്താമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ വിധി നടപ്പാക്കാൻ വേണ്ടി സ്വന്തം കഴുത്ത് കാട്ടിക്കൊടുത്ത ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിന്മയുടെ പ്രതീകമായി ചിത്രീകരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇസ്മായിലിനെ ബലിയെറുക്കുക എന്ന് ആ ലേഖനത്തിന് ടൈറ്റിൽ കൊടുത്തിട്ട് ആ ലേഖനത്തിന്റെ ടൈറ്റിൽ കണ്ടിട്ട് ആവേശം കൊണ്ട് പലരും സന്തോഷം അറിയിച്ചു എന്ന് 60ാം വാർഷിക പതിപ്പിൽ ഒരു 10 പതിപ്പ് കൂടെ ഇറക്കിയ ജമാഅത്ത് ഇസ്ലാമി ഇവിടുന്ന് പൊട്ടിച്ചു വിടേണ്ടി. 50ാം വാർഷിക പതിപ്പിലുള്ളത് തീർന്നിട്ടില്ല, പറഞ്ഞു തീർന്നിട്ടില്ല. കാര്യം ഇതെല്ലാം കൂടെ പറയാത്തത് ദഹിക്കൂല. ഒരു ബിരിയാണി കുട്ടിയാണ്, 3 മാസം പ്രായമായിട്ടുള്ള ബിരിയാണി കൊടുക്കാൻ പറ്റും? ഇല്ലല്ലോ. അപ്പൊ കുറേശ്ശെ 50ാം വാർഷിക പതിപ്പ് ഇന്ന് ഇവിടെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ചൊരു സാധനം ഉണ്ട്. നേരത്തെ വിഷയാവതരണത്തിൽ കേട്ടിട്ടുണ്ടാവും. അതിനെ പറഞ്ഞു തീർന്നിട്ടില്ല. അപ്പൊ 60ാം വാർഷിക പതിപ്പ് ഇല്ലേ? എന്നിട്ട് ഇതുകൊണ്ട് അവസാനിച്ചോ? അതുകൊണ്ട് അവസാനിച്ചു. ഞങ്ങൾക്ക് ആരുമായിട്ടൊരു ബന്ധമില്ല. ഒരു തീവ്രവാദ സംഘടനയായിട്ട് ബന്ധമില്ല, സിമിയായിട്ട് ബന്ധമില്ല, NDF ആയിട്ട് ബന്ധമില്ല. അത് പ്രത്യക്ഷത്തിൽ തീവ്രവാദ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? തോക്കെടുത്ത് വെടിവെക്കൽ മാത്രം.
അല്ല. അതിനാവശ്യമായ തത്വങ്ങൾ പറഞ്ഞ ആവിഷ്കരിച്ചു കൊടുത്താലും അതും തീവ്രവാദം തന്നെയാണ്. അത് തെളിവ് പ്രബോധനം തന്നെ ഉണ്ട്. ഞാനിപ്പോ വായിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു ബന്ധമില്ല. ഞങ്ങൾ തമ്മിൽ എണ്ണീപ്പായിട്ട് ബന്ധമില്ല, സിമിയായിട്ട് ബന്ധമില്ല, ഒഴിയാ. എന്നാൽ നിങ്ങൾക്കറിയോ ഇത് തേജസ്സാണ്. ഇത് തേജസ്സാണ്. ഈ തേജസ്സിന്റെ പുറംചട്ടയിൽ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഒരു തേജസ്സാ. ഇതിൽ കാണാം, ഇതിനുള്ള ഈ തേജസ്സിൽ കൊടുക്കുന്ന തേജസ്സിലുള്ള ഒരു ലേഖനം അലി ശരീഅത്തിയുടെ ഹജ്ജ് കണ്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹജ്ജല്ല, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹജ്ജല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹജ്ജല്ല. ആ ഉത്തമ തലമുറയിൽ 3 നൂറ്റാണ്ടുകാലം ജീവിച്ച ആ ഉത്തമ തലമുറയിൽ ജീവിച്ചവരുടെ ഹജ്ജല്ല. നേരെ മറിച്ച് നാഴികക്കല്ലായി പ്രബോധനം പ്രസിദ്ധീകരിച്ച ഇസ്മായിലിനെ ബലിയെറുക്കുക എന്ന ലേഖനം കൊടുത്തുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും ആക്ഷേപിച്ചുകൊണ്ട് പ്രബോധനം ഇറക്കിയ അത് ആ സമയത്ത് ഇറക്കിയപ്പോൾ ആവേശപൂണ്ട പലരുമുണ്ട് എന്ന് പറഞ്ഞ ഞങ്ങളൊരു ഹജ്ജ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ എന്ന് ഷെയ്ഖ് മുഹമ്മദ് സാഹിബിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവർ നിലവിക്കുന്ന ആ ഹജ്ജ് എൻഡിഎഫുകാരന്റെയും ഹജ്ജാണ്. മനസ്സിലാക്കണം. അപ്പോ ഒരു ഹജ്ജിന്മേൽ നിങ്ങൾ എത്ര കളിച്ചു? ഒരു ഹജ്ജിന്മേൽ എത്ര കളിച്ചു? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഇങ്ങനെ ഓരോന്നും എടുത്തിങ്ങനെ കീറാൻ നിന്നാല് അന്യ സഹോദരങ്ങളെ ഓരോന്നും വലിയ അപകടത്തിൽ, ആഴത്തിലുള്ള അപകടം ഈ മുസ്ലിം സമൂഹത്തിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്തു വെച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവായി ഞങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും. ഇത് ഏതെങ്കിലും നെറ്റിൽ നിന്ന് എടുത്ത് കണ്ടം മുറിച്ചുദ്ധരിക്കുന്ന ഫത്വയുടെ വായനയല്ല, ഫത്വ വായനയല്ല. നേരെ മറിച്ച് ജീവിച്ചിരിക്കുന്ന ഒറിജിനൽ ടെക്സ്റ്റുകൾ തന്നുകൊണ്ട് ഞങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഇനി ഇതിനെ നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾ? ഇനി അല്ല, ഈ പറയുന്നത് പോലെ ഒന്നുമില്ല എന്ന് പറയുമോ നിങ്ങൾ? എങ്കിൽ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഞങ്ങൾ മാന്യമായ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. നസീഹത്തോടെ, ഗുണകാംക്ഷയോടെ. ഞങ്ങൾ വഴക്ക് വെക്കാൻ ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരല്ല. ഇവിടെ പ്രസിദ്ധീകരിച്ച, ഇവിടെ പ്രസംഗിച്ച ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദായിമാരെ വളരെ മോശമായി പറയുന്നുണ്ട്. ശരി, നിങ്ങൾ വലിയ മാന്യന്മാരാണ്, ഞങ്ങൾ അറിവ് കുറഞ്ഞവരാണ്, കേരളത്തിന്റെ ടാവട്ടം മാത്രം അറിയുന്നവരാണ്. ഈ വിവരമുള്ളവർ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഞങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരൂ, നിങ്ങളുമായി ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം, മാന്യമായി ചർച്ച ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാം. ആ രൂപത്തിൽ മാന്യമായ ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലാതെ ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിച്ച് അത് കഞ്ഞിവെള്ളമാണ്, കഞ്ഞിവെള്ള സലഫിസമാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആ ഒരട്ടുവാദം കൊണ്ട് മാത്രം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ രൂപത്തിലുള്ള വിമർശനങ്ങളിൽ നിന്ന് കരകയറാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇത്രയും പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. വേണ്ടി വന്നാൽ വിശദീകരണം പിന്നെ ആവാം. ജമാഅത്തെ ഇസ്ലാമിയുടെ മേൽ ഷിഈ ബന്ധം ആരോപിക്കുകയല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ കൃതികൾ തന്നെ അതിന് സാക്ഷിയാണ് എന്നാണ് ബഹുമാന്യനായ അനസ് മൗലവി ഇവിടെ സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇന്നോളം ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഷിഈ നേതാക്കളുമായിട്ടുള്ള ഗാഠമായ ബന്ധങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഇറാനിലെ ഷിഈ വിപ്ലവത്തെ ഇസ്ലാമിക വിപ്ലവമായി ഇന്നും അവതരിപ്പിക്കുകയും ആ ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞു സമൂഹത്തെ ജാഗരം കൊള്ളിക്കുകയും ചെയ്യുന്നവർ എന്നും ഒരു പണത്തൂക്കം മുന്നിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ. ഇന്ന് ഏറ്റവും അടുത്ത ഒരു ചരിത്രം കൂടി ഇതിനോടനുബന്ധിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.